പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഡൊമിനിക് അച്ഛൻ ഇത്രയും ഭയങ്കര രോഗശാന്തിയുള്ള മനുഷ്യനാണെങ്കിൽ, ഇത്രയും ഡെലിവറൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ, ഇവർക്കൊക്കെ വട്ടായിലച്ഛനും ഡൊമിനിക് അച്ഛനും ഒക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ മേലെ, അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി രോഗികളെ സുഖപ്പെടുത്താൻ മേലെ, ഇവരെന്താണ് അവിടെ വരുന്നതിന് മാത്രം സുഖപ്പെടുത്തുള്ളൂ, ഇവർ അങ്ങനെ അത്രയ്ക്ക് വലിയ സെറ്റപ്പാണ്, അങ്ങ് ഇറങ്ങട്ടെ, അങ്ങ് ചെയ്യട്ടെ എന്നിങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കമൻസുകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതിനൊരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യമേ, ഈ പറഞ്ഞ കൃപകളെല്ലാം, ഈ വരങ്ങളും ഇതെല്ലാം ഈശോടെയാണ്. ഈശോ ആരിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഈശോ ആർക്ക് സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് ഈ വൈദികരെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. വൈദികരെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇതിന് വില കൊടുക്കുന്നതുകൊണ്ട് ഈ അഭിഷേകം ശക്തമായിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങുന്നു, ആൾക്കാർക്ക് ഈശോയെ കിട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പം അവർ വേറൊരു ചാലകമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇത് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കാത്തത്, എനിക്കെന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല, എൻ്റെ രോഗം എന്തുകൊണ്ട് മാറുന്നില്ല? എല്ലാ രോഗങ്ങളും സുഖപ്പെടാനുള്ളതല്ല, ചില രോഗങ്ങൾ, ചില സഹനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കാനുള്ളതാണ്, നമ്മളെ ദൈവത്തെ പോലെ ആക്കാനുള്ളതാണ്. അവിടുത്തെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടി അവിടുന്ന് സഹനങ്ങൾ അനുവദിക്കുന്നു എന്ന് ഹെബ്രായ 12 പറയുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധിയിൽ പിതാവിന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ചില സഹനങ്ങൾ നമുക്ക് തരും, ചില സഹനങ്ങൾ പ്രാർത്ഥിച്ചു പോകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞും, ഈ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞും, അച്ഛൻ ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞും എന്നിട്ട് നമുക്ക് സൗഖ്യമാകുന്നില്ലെങ്കിൽ ഈ സഹനം ദൈവം അനുവദിച്ചതാണ്, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച സഹനങ്ങളാണ് അവയെല്ലാം. ബൈബിളിൽ ഒരു വചനമുണ്ട്, അപ്പസ്തോലപത്രം 4:22 പറയുന്നുണ്ട്. ഈ സ്ത്രീഹന്മാരെ പത്രോസും യോഹന്നാനും ചില ആൾക്കാരെ, ഒരു മനുഷ്യൻ, ഒരു മുടന്തനെ സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് അപ്പസ്തോലപത്രം 4:22 പറയുവാണ്, ആ മനുഷ്യൻ സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സ്വർണ്ണ വെള്ളി എൻ്റെ കയ്യിലില്ല, കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു, ഈശോയുടെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നു. അയാൾക്ക് രോഗശാന്തി കിട്ടുന്നു. എന്നിട്ട് പറയുവാണ്, അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച ഈ മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. 40 വയസ്സുണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന മനുഷ്യൻ 40-ലേറെ വയസ്സുണ്ടായിരുന്നു. അതായത് ഈശോ അവിടെ ആ സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി നടന്ന സമയത്തും ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യനെ ഈശോ കണ്ടിട്ടുണ്ട്, ഈ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തിയിട്ടില്ല. ഈ മനുഷ്യനെ സ്ലിഹന്മാരെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് കരുതി വെച്ചു. സ്ലിഹന്മാരുടെ കാലം വേണ്ടി വന്നു ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ വേണ്ടി. ചില രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ അത് കർത്താവ് ചിലപ്പം ചില ആൾക്കാർ വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞ് സുഖപ്പെടാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കുമേ. അപ്പം നമ്മൾ ഒരു സമയത്ത് പോകുന്നു, സുഖപ്പെടുന്നില്ല എന്ന് ഓർത്തോണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് സുഖപ്പെടുത്തും. അതല്ലെങ്കിൽ ഈശോ നമ്മളെ ആ രോഗത്തിലൂടെ വിശദീകരിക്കും. നമുക്ക് എല്ലാം ഈശോയിൽ നിന്ന് സ്വീകരിക്കാം, ഈശോയെ പ്രഘോഷിക്കാം, വിശദീകരിക്കപ്പെടാം. ആമേൻ.